ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം നമ്മൾ നക്കിറയും മാരിഫയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്മ കലിമ, ആ ഇസ്മിന് കലിമക്ക് അലിഫ്ലാം ഉണ്ടായാൽ തൻവീന് പോകും. അതിനാണ് മാരിഫ എന്ന് പറയുന്നത്. അലിഫ്ലാം ഇല്ല, അപ്പോൾ തൻവീൻ ഉണ്ടാവും. അതിനാണ് നക്കിറ എന്ന് പറയുന്നത്. അപ്പോൾ അൽ കലമു എന്ന് പറഞ്ഞാൽ മാരിഫ. അൽ കലമു തുടക്കത്തിൽ അലിഫ്ലാമുണ്ട്, അവസാനത്തെ മീമിന് തൻവീനില്ല. മു അൽ കലമു. അതിനെങ്ങനെ നക്കിറയാക്കാം? അലിഫ്ലാം ഒഴിവാക്കാം. അപ്പോൾ കലമുൻ, അപ്പോൾ തൻവീന് വരും. അവസാനത്തെ മീമിന് മുൻ, കലമുൻ. അപ്പം നമുക്ക് ബാക്കി പാഠത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അൻ നജ്മു ബഈദുൻ, നക്ഷത്രം ദൂരെയാണ്. അപ്പോൾ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംല, അപ്പോൾ ജുംല ഇസ്മിയ. അപ്പോൾ മുബ്തദയും ഖബറും വേണം. ആരംഭിക്കുന്ന ഇസ്മേത അൻ നജ്മു, അപ്പോൾ അതാണ് മുബ്തദ. അപ്പോൾ മുബ്തദ മർഫൂ ആയിരിക്കണം, മാരിഫ ആയിരിക്കണം. മർഫൂ ആണോ? ആണ്. അൻ നജ്മു മീമിൻ്റെ മുകളിൽ ലമ്മത്താണ്. അലാമത്തു റഫിഹി അൽ ലമ്മ, റഫിൻ്റെ അടയാളം ലമ്മത്താണ്. അൻ നജ്മു. എന്തുകൊണ്ട് തൻവീന് പോയി? കാരണം മുബ്തദ മാരിഫയാണ്. അപ്പോൾ അലിഫ്ലാം പ്രവേശിക്കണം തുടക്കത്തിൽ, അതുകൊണ്ട് മാരിഫ. അപ്പോൾ അൻ നജ്മു ബഈദുൻ നക്കിറ, ഒറ്റ വാക്കിലെ ഖബർ, അത് നക്കിറയായിരിക്കും. അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീന് ഉണ്ടാവും. അങ്ങനെയാണോ? അതെ. ബഈദിന് അലിഫ്ലാമില്ല തുടക്കത്തിൽ, അവസാനം തൻവീനുണ്ടോ? തൻവീന് ഉണ്ട്. അപ്പോൾ ഇതാണ് ഖബറുൻ മർഫൂൻ. അടുത്തത് അർ റജുലു വാഖിഫുൻ, പുരുഷൻ നിൽക്കുന്നവനാണ്. അപ്പോൾ അർ റജുലു മുബ്തദഉൻ മർഫൂൻ. അർ റജുലു അലിഫ്ലാം ഉണ്ടാവണം, മുബ്തദയാണ്, മാരിഫയാണ്, പിന്നെ തൻവീൻ ഉണ്ടാകാൻ പാടില്ല, പക്ഷെ മർഫൂ ആയിരിക്കണം. അപ്പോൾ അർ റജുലു, അർ റജുല എന്ന് പറയാൻ പാടില്ല, അർ റജുലി എന്ന് പറയാൻ പാടില്ല, അർ റജുലുൻ എന്ന് പറയാൻ പാടില്ല, ഒക്കെ തെറ്റാണ്. അർ റജുലു വാഖിഫുൻ, നിൽക്കുന്നവനാണ്. അപ്പോൾ അത് ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നക്കിറയാണ്. അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ല, തൻവീൻ ഉണ്ടാകണം. വാഖിഫു എന്ന് പറയാൻ പാടില്ല, വാഖിഫുൻ. അസുക്കറു ഹുൽവുൻ, പഞ്ചസാര മധുരമുള്ളതാണ്. അപ്പോൾ സുക്കറു മുബ്തദഉൻ മർഫൂൻ, മാരിഫയും ആയിരിക്കണം. അലിഫ്ലാം ഉണ്ടാകണം, പിന്നെ മർഫൂൻ. തൻവീൻ ഉണ്ടാകാൻ പാടില്ല, പക്ഷെ മർഫൂ ആയിരിക്കണം. ഒറ്റ ലമ്മത്ത്. ഹുൽവുൻ ഖബർ നക്കിറ, ഒറ്റ വാക്ക് വരുന്നത്. അപ്പോൾ അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീൻ ഉണ്ടാകണം. അത്വാലിബു മരീദുൻ, വിദ്യാർത്ഥി രോഗിയാണ്. അപ്പോൾ എളുപ്പമാണ്. ഇനി അതേപോലെ തന്നെ എല്ലാം സെയിം, പദങ്ങൾ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ഗ്രാമറെല്ലാം സെയിം. അപ്പോൾ ഇങ്ങനെയാണ് കുറേ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓരോ ചാപ്റ്ററും നമുക്ക് തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടോ വരികയാണെങ്കിലും ചാപ്റ്റർ അവസാനിക്കുന്നതോടെ ഇൻഷാ അല്ലാഹ് അത് എളുപ്പമായി വരും. ഇങ്ങനെ എക്സസൈസസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എളുപ്പമാവും. അപ്പോൾ എല്ലാ ചാപ്റ്ററും അങ്ങനെ തന്നെയാണ്. ചില ചാപ്റ്റർ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, ചില ചാപ്റ്റർ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ചാപ്റ്റർ തീരുന്നതോടെ എന്താവും? ഇൻഷാ അല്ലാഹ് എളുപ്പമാവും. അപ്പോൾ അത്വാലിബു മരീദുൻ, അത്വാലിബു മുബ്തദഉൻ മർഫൂൻ, വിദ്യാർത്ഥി. മരീദുൻ രോഗിയാണ്, ഖബറുൻ മർഫൂൻ. അദ്ദീഖു ജമീലുൻ, പൂവൻ കോഴി ഭംഗിയുള്ളതാണ്. അപ്പോൾ പൂവൻ കോഴിക്ക് ദീഖു എന്നാ പറയാം. അപ്പോൾ അലിഫ്ലാം പ്രവേശിച്ച അദ്ദീഖു.
അപ്പോൾ മുബ്തദഉൻ മർഫൂൻ, പിന്നെ അലിഫ് ലാം ഇടണം, തൻവീന് പോവും. അപ്പോൾ ഒറ്റ ദമ്മത്ത് അദ്ദീഖു. ജമീലുൻ ഭംഗിയുള്ളതാണ്. അപ്പോൾ ജമീലുൻ ഖബറുൻ മർഫൂൻ, അലിഫ് ലാം ഇല്ല, തൻവീന് പ്രവേശിക്കും. അദ്ദഫ്തറു ജദീദുൻ നോട്ട്ബുക്ക് പുതിയതാണ്. അപ്പോൾ അദ്ദഫ്തറു മുബ്തദഉൻ മർഫൂൻ, ജദീദുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ ദഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക്, ദഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക്. അതിൻ്റെ മുന്നേ പഠിച്ച ദീഖു എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി, പൂവൻ കോഴി. അത്താജിറു ഗനിയുൻ കച്ചവടക്കാരൻ പണക്കാരനാണ്. അപ്പോൾ അത്താജിറു മുബ്തദഉൻ മർഫൂൻ, ഗനിയുൻ ഖബറുൻ മർഫൂൻ. അദ്ദുക്കാനു മഫ്തൂഹുൻ ഷോപ്പ് തുറന്നതാണ്. ദുക്കാന് ഷോപ്പ്. അപ്പോൾ മുബ്തദഉൻ മർഫൂൻ, അലിഫ് ലാം ഉണ്ട്, തൻവീനില്ല, മർഫൂ ആണ്, ഒറ്റ ദമ്മത്ത് മുബ്തദ. ഖബറോ രണ്ട് ദമ്മത്ത്, തൻവീനുണ്ട്, അലിഫ് ലാം ഇല്ല, ഖബർ. അൽ വലദു ഫക്കീറുൻ ആൺകുട്ടി ദരിദ്രനാണ്. അൽ വലദു മുബ്തദഉൻ മർഫൂൻ, അതേപോലെ തന്നെ ഫക്കീറുൻ ഖബറുൻ മർഫൂൻ. അത്തുഫാഹു ലസീസുൻ ആപ്പിള് രുചിയുള്ളതാണ്. അപ്പോൾ അത്തുഫാഹു എന്താ ആപ്പിൾ, മുബ്തദഉൻ മർഫൂൻ, അലിഫ് ലാം ഇടണം, തൻവീന് പോവും. നക്കിറ ലസീസുൻ ഖബർ, അലിഫ് ലാം ഇല്ല, തൻവീന് വരണം. അവസാനത്തത് അത്വബീബു തബീലുൻ ഡോക്ടർ നീളമുള്ളവനാണ്. വൽ മുദർരിസു ഖസീറുൻ അധ്യാപകൻ കുറുവായിട്ടുള്ളവനും ആണ്. അപ്പോൾ അത്തബീബു മുബ്തദഉൻ മർഫൂൻ, തവീലുൻ ഖബറുൻ മർഫൂൻ. വാ ഹർഫുൽ അത്ഫ് യോജിപ്പിക്കുന്ന വാവ്, രണ്ട് ജുംലകളെ യോജിപ്പിക്കുന്നു. രണ്ട് ജുംല എന്ന് പറഞ്ഞാൽ ജുംലത്താനി. മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, രണ്ടെണ്ണാക്കാൻ ആനി എന്നിട്ടാൽ മതി. കിതാബാനി എന്ന് പറഞ്ഞാൽ രണ്ട് പുസ്തകം, മദ്രസ താനി എന്ന് പറഞ്ഞാൽ രണ്ട് മദ്രസകൾ. അപ്പോൾ വാ ഹർഫു അത്തഫി, അപ്പോൾ ഇവിടെ രണ്ട് ജുംലകൾ, ജുംലത്താനി യോജിപ്പിക്കുന്ന ഹർഫാണ് വാവ്. അത് മുദർരിസിൻ്റെ അടുത്താണ് എഴുതേണ്ടത്. ഓക്കെ, തവീലിൻ്റെ അടുത്തല്ല എഴുതേണ്ടത്, നടുക്കുമല്ല വാവ് എഴുതേണ്ടത്. പിന്നെയോ മുദർരിസിൻ്റെ അടുത്താണ് വാവ് എഴുതേണ്ടത്. വാവ് ഹർഫുൽ അത്ഫി. അപ്പോൾ അൽ മുദർരിസു മുബ്തദഉൻ മർഫൂൻ, ഖസീറുൻ ഖബറുൻ മർഫൂൻ. ഇനി എക്സസൈസാണ്. ആദ്യത്തേത് നമ്മൾ അവസാനത്തെ അക്ഷരം ക്ലിയർ ആയിരിക്കണം. തൻവീൻ ഉണ്ടോ ഇല്ലയെന്ന് ക്ലിയറായിട്ട് നമ്മളെ ഉച്ചാരണത്തിൽ ക്ലിയർ ആക്കണം. അപ്പോൾ അൽ ബാബു മാരിഫയാണ്, അപ്പോൾ തൻവീൻ ഉണ്ടാകാൻ പാടില്ല, ഒറ്റ ദമ്മത്ത്. അൽ ബാബു. അത്താജിറു ഇവിടെയോ അലിഫ് ലാം പ്രവേശിച്ചു, മാരിഫയാണ്, അപ്പോൾ തൻവീൻ ഉണ്ടാകാൻ പാടില്ല, ഒറ്റ ദമ്മത്ത്. അൻ നജ്മു മാരിഫയാണ്, അപ്പോൾ തൻവീൻ ഉണ്ടാകാൻ പാടില്ല, ഒറ്റ ദമ്മത്ത്. അൻ നജ്മു അവസാനത്തെ അക്ഷരത്തിന് മീമിൻ്റെ മുകളിൽ. അൽ ഖമറു. അദ്ദീഖു. അൽ മാഉ. അസ്സരീറു. അൽ ബൈത്തു. അൽ മസ്ജിദു. അർ റജുലു. അസ്സുക്കറു. അൽ വറഖു. അപ്പോൾ എല്ലാം മാരിഫി ആയതുകൊണ്ട് അലിഫ് ലാം ഉണ്ട്, തൻവീന് ഇല്ല. അപ്പോൾ മാരിഫി ഒന്ന് പ്രാക്ടീസ് ചെയ്തതാണ്. ഇനി താഴെ എന്താണ് നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഇവിടെയും മുബ്തദ കൊടുക്കണം. അപ്പോൾ മാരിഫി ആയിരിക്കണം. അപ്പോൾ അലിഫ് ലാം പ്രവേശിക്കണം, തൻവീന് ഉണ്ടാകാൻ പാടില്ല അലിഫ് ലാം പ്രവേശിക്കുമ്പോൾ. അപ്പോൾ ഗനിയുനാണ് ഖബർ. അപ്പോൾ മുബ്തദ എന്തായിരിക്കണം? അത്വബീബു ഗനിയുൻ. അത്വബീബു ഗനിയുൻ. അത്വബീബു മുബ്തദഉൻ മർഫൂൻ, ഗനിയുൻ ഖബറുൻ മർഫൂൻ. ഹുൽവുൻ. ഹുൽവുൻ. അപ്പോൾ എന്താ കൊടുക്കുക? ഹുൽവുൻ നമ്മൾ പഠിച്ച് തന്നെ കൊടുത്താൽ മതി. അസ്സുക്കറു ഹുൽവുൻ. അസ്സുക്കർ മുബ്തദഉൻ മർഫൂൻ, ഹുൽവുൻ
ഖബറുൻ മർഫൂൻ. അത്വാലിബു മരീദുൻ. അത്വാലിബു മുബ്തദഉൻ മർഫൂൻ, മരീദുൻ ഖബറുൻ മർഫൂൻ. അത്തുഫാഹു ലസീസുൻ. ആപ്പിൾ രുചിയുള്ളതാണ്. അത്തുഫാഹു മുബ്തദഉൻ മർഫൂൻ, ലസീസുൻ ഖബറുൻ മർഫൂൻ. അത്വബീബു തവീലുൻ. ഡോക്ടർ നീളുള്ളവനാണ്. അത്വബീബു മുബ്തദഉൻ മർഫൂൻ, തവീലുൻ ഖബറുൻ മർഫൂൻ. പിന്നെ ഖസീറുൻ. അൽ മുദർരിസു ഖസീറുൻ. അധ്യാപകൻ കുറവായിട്ടുള്ളവനാണ്, കുറച്ചും കൂടി ചെറുതായിട്ടുള്ളവൻ, അതിനാണ് ഖസീർ എന്ന് പറയുക. അപ്പോൾ അൽ മുദർരിസു മുബ്തദഉൻ മർഫൂൻ, മർഫൂവാണ്. അൽ മുദർരിസു സീൻ്റെ മുകളിൽ ദമ്മത്താണ്. അല്ല് പ്രവേശിച്ചു, അപ്പോൾ തൻവീനില്ല, ഒറ്റ ദമ്മത്ത്. ഖസീറുൻ ഖബറുൻ മർഫൂൻ. ഖബർ ഒറ്റ വാക്കിൽ നക്കിറയാണ്, അലിഫ് ലാം ഉണ്ടാവില്ല, തൻവീന് ഉണ്ടാവും. അപ്പോൾ ഖസീറുൻ. അപ്പോൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എളുപ്പമാവും. ബാറക്കല്ലാഹു ഫീക്കും.